ലൈവിലെ അപ്സരയും ഗബ്രി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ടാസ്കും അവർക്ക് തോൽക്കാനായിരുന്നു വിധി നെക്സ്റ്റ് ടീമിനെ. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ ആവാനുള്ള അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. പവർ റൂമിലേക്ക് കയറാനുള്ള അവരുടെ പ്ലാനും ഇപ്പൊ ഏകദേശം നിലച്ച മട്ടാണ്. ഇപ്പൊ ടണൽ ടീമിൽ നിന്നാണ് ക്യാപ്റ്റൻസി ഉണ്ടാവുക. അപ്പൊ എങ്ങനെ ആരൊക്കെ ആയിരിക്കും അപ്പൊ പവർ റൂമിലേക്ക് കയറുക എന്നുള്ളതൊക്കെയാണ് അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നൂറ ക്യാപ്റ്റൻ ആവുമെന്നാണ് അവര് ചെറുതായിട്ടൊന്ന് പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോ നൂറനെ മാറ്റിയിട്ട് ഇനി വേറെ വല്ലവരും വെക്കുമോ എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. എന്തായാലും റസ്മിനും ബാക്കിയുള്ള എല്ലാവരും അവിടെ നിന്ന് പവർ റൂമിലേക്ക് പോവും. എക്സ്ട്രാ ആയിട്ട് ചിലപ്പോൾ അൻസിബേനിയോ ആരെങ്കിലും എടുക്കുമായിരിക്കും, ഒരാളെ കൂടി എന്നൊക്കെയാണ് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. എന്തായാലും പുതിയൊരു ക്യാപ്റ്റൻ വന്നു കഴിഞ്ഞാൽ ഇവരെ റൂം മുഴുവൻ സ്പ്ലിറ്റ് ചെയ്യും, മൊത്തത്തിൽ ആൾക്കാരെ മുഴുവൻ ഷഫിൾ ചെയ്യും. അങ്ങനെയാണ് ഇത്തവണത്തെ ക്യാപ്റ്റന്റെ റൂൾ എന്ന് പറയുന്നത്. ക്യാപ്റ്റൻ ആയിരിക്കും പവർ റൂമിലേക്ക് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതും റൂം തരംതിരിക്കുന്നതും ഒക്കെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇത്രയും നാളും ഇവര് ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് നിന്നതായിരുന്നു. ഇവരെല്ലാവരും പിരിയുന്ന ഒരു അവസ്ഥ വരും. പിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അപ്സര പറയുന്നുണ്ട്, ഏത് ടീമിലിട്ടാലും ഞാൻ ഗെയിം കളിക്കും, എനിക്കതിനൊരു വിരോധമില്ലാത്ത കാര്യമാണ്, ടീമിന് വേണ്ടി ഗെയിം കളിക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇത്രയും ദിവസം കഴിഞ്ഞ് മാറ്റുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇന്റിമസി ഇത്രയും ദിവസം നിന്ന ആൾക്കാരായിട്ടുണ്ടായിരിക്കും. അതിനുശേഷം വേറൊരാൾക്കാരെ ശത്രുക്കളിലൊപ്പമായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇടുന്നുണ്ടായിരിക്കുക. അവരുടെ ഒപ്പം നമുക്ക് അങ്ങനെ ഇന്റിമസി ആവാനായിട്ട് തുടക്കത്തിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, പിന്നീട് ചിലപ്പോൾ നമ്മൾ ഇന്റിമസി ആവാനും മതി. പക്ഷേ ഒരു ടാസ്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് അവരുടെ കൂടെ കളിക്കുമെന്ന് തന്നെയാണ് ഗബ്രി ആണെന്നുണ്ടെങ്കിലും അപ്സരയാണെന്നുണ്ടെങ്കിലും ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അപ്സരയ്ക്ക് ഗബ്രിയെ തുടക്കത്തിൽ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അപ്സരയ്ക്ക് ഗബ്രിയെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഗബ്രി ആയാലും അർജുനായാലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അപ്സര അവിടെ നിന്ന് പറയുന്നുണ്ട്, നിന്നെ ഇത്രയും എനിക്ക് ഇഷ്ടപ്പെടാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ടീമിന് വേണ്ടിയിട്ട് നീ 100 അല്ല 200% ഇട്ട് കളിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്രയും നന്നായിട്ട് നീ ഗെയിം കളിക്കും. അത് ടീമിന് വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെടാനും എങ്ങനെ വേണമെങ്കിൽ നിൽക്കാനും നിനക്ക് യാതൊരു മടിയില്ലാത്ത വ്യക്തിയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നിന്റെ ഈ ആത്മാർത്ഥമായിട്ടുള്ള ആ ഗെയിമും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടത്. ഇപ്പം നീ കൂടെ വേണം, നിന്റെ ഒപ്പം ഗ്രൂപ്പിൽ വേണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് അർജുനും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പവർ എന്ന് പറയുന്നത് അത് വേറെയാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ സിജോ ആണെന്നുണ്ടെങ്കിലും. പക്ഷേ ഇനിയിപ്പോൾ ഗ്രൂപ്പ് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ശത്രുക്കളിലൊപ്പൊക്കെ നിൽക്കേണ്ടി വരും. നിന്ന് കഴിഞ്ഞാൽ അവരൊപ്പം ഗെയിം കളിക്കുക തന്നെ, അല്ലാതെ ഇനിയിപ്പോൾ വേറെ വഴിയില്ലല്ലോ, വേറെ രക്ഷയൊന്നും ഇല്ലല്ലോ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവരുടെ ഗ്രൂപ്പിൽ നിന്നാണ് ഒരാൾ അവിടെ ക്യാപ്റ്റൻ ആവുന്നതെങ്കിൽ ഇവർക്ക് അതിനനുസരിച്ച് ഗ്രൂപ്പ് തിരിക്കാൻ കഴിയുമായിരുന്നു. എന്തായാലും ഇപ്പോൾ ആ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് നെക്സ്റ്റ് ടീമിന്.